നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രാർത്ഥനകൾ വിഫലമാക്കി ആരവ് കളിച്ചിരികളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. അപ്ലാസ്റ്റിക് അനീമിയ രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ പോർക്കുളം സ്വദേശി സെൽവൻ രമ്യ ദമ്പതികളുടെ മകൻ ആരവ് മരണത്തിന് കീഴടങ്ങി. ശക്തമായ കാറ്റിലും മഴയിലും മേഖലയിൽ അപകടവും നാശനഷ്ടവും. ഗുരുവായൂർ ക്ഷേത്രനടയിലെ കൂവളത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്കേറ്റു. ബ്രഹ്മകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം തേക്കുമരം കടപുഴകി വീണ് ട്രസ് നിലം പതിച്ചു. ബൈക്കുകൾക്കും സൈക്കിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ശാന്തിനഗറിൽ മരം പൊട്ടിവീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കടപ്പുറം തൊട്ടാപ്പ് പുളിഞ്ചോട് മരം വീണ് വീട് തകർന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം പ്രതിസന്ധിയിൽ. നിലവിൽ UDF മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. കുന്നംകുളം തെക്കേപ്പുറത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 6 പേർക്ക് കടിയേറ്റു. 2 പേരുടെ പരിക്ക് ഗുരുതരം. പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ 3 പേർക്ക് പരിക്ക്. ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിരുന്ന കൊടി അഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആക്രമണം. പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ആനയൂട്ട് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം കരിവീരന്മാർ ഊട്ടിൽ പങ്കെടുക്കും. വിശദമായ വാർത്തയിലേക്ക്. അപ്ലാസ്റ്റിക് അനീമിയ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന പോർക്കുളം സ്വദേശി സെൽവൻ രമ്യ ദമ്പതികളുടെ മകൻ ആരവ് യാത്രയായി. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ദിവസം മുതൽ ആരോഗ്യനില വഷളായിരുന്നു. ആരവിന്റെ ചികിത്സയ്ക്കായി സഹായവും പ്രാർത്ഥനയുമായി ഒരു നാട് മുഴുവൻ ഒന്നിച്ചിരുന്നു. പ്രാർത്ഥനകൾ വിഫലമാക്കിയാണ് ആരവ് കളിച്ചിരികളില്ലാത്ത ലോകത്തേക്ക് യാത്രയായത്. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ ക്ഷേത്രനടയിലെ കൂവളത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്കേറ്റു. നോർത്ത് പറവൂർ സ്വദേശി കണിയേരിക്കൽ നിഖിലിന്റെ ഭാര്യ 24 വയസ്സുള്ള അനുമോൾക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. വിവാഹ വാർഷിക ദിനത്തിൽ ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങാനായി ഇവർ ഇന്നലെ വൈകിട്ടാണ് ഗുരുവായൂരിലെത്തിയത്. ഇന്ന് രാവിലെ 6 മണിക്ക് ദർശനം കഴിഞ്ഞ് ലോഡ്ജിലേക്ക് തിരികെ പോയിരുന്നു. പ്രസാദം വാങ്ങിക്കാനായി വീണ്ടും എത്തിയ സമയത്താണ് മരം പൊട്ടിവീണത്. വലിയ കമ്പ് വീണ് തല പൊട്ടി. ഉടൻ തന്നെ ഭക്തരും സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് ഇവരെ ആംബുലൻസിൽ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ എത്തിച്ചു. തലയ്ക്ക് 9 തുന്നൽ വേണ്ടിവന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ആശുപത്രിയിലെത്തി അനുമോളെ ആശ്വസിപ്പിച്ചു. ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയ ശേഷം ദേവസ്വം വാഹനത്തിൽ വീട്ടിലെത്തിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ തേക്കുമരം കടപുഴകി വീണ് വീടിന് മുകളിൽ സ്ഥാപിച്ച ട്രസ് നിലം പതിച്ച് ബൈക്കുകൾക്കും സൈക്കിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ബ്രഹ്മകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്ത് ആളൂർ വീട്ടിൽ ഷാജുവിന്റെ വീടിന് മുകളിൽ സ്ഥാപിച്ച ട്രസ്സാണ് കനത്ത മഴയിലും മിന്നൽ ചുഴലിയിലും തേക്ക് വീണതിനെ തുടർന്ന് നിലം പൊത്തിയത്. വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾക്കും സൈക്കിളുകൾക്കും മുകളിലേക്കാണ് ഇരുമ്പ് ഷീറ്റുകൾ പതിച്ചത്. എളവള്ളി പഞ്ചായത്തിലും ഗുരുവായൂർ മേഖലയിലും വ്യാപക നാശനഷ്ടമാണ് മിന്നൽ ചുഴലി വിതച്ചത്. പുന്നയൂർക്കുളം നാലപ്പാട്ട് റോഡിൽ വലിയ മരത്തിന്റെ കൊമ്പ് ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വലിയ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞത്. കേരള സാഹിത്യ അക്കാദമി കമല സുരയ്യ സ്മാരക സമുച്ചയത്തിനോട് സമീപം മാമ്പുള്ളി മോഹനന്റെ വീട്ടുപറമ്പിലെ വലിയ മരത്തിന്റെ കൊമ്പാണ് വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണത്. KCB ജീവനക്കാരും വാർഡ് മെമ്പർ ഗോകുൽ അശോകൻ, നാട്ടുകാരായ ശബരി, ശ്യാം, ശ്രീനാഥ്, ദിനേശ് തുടങ്ങിയവരും ചേർന്ന് മരം മുറിച്ചുമാറ്റി. ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുന്നയൂർക്കുളം പാപ്പാളിയിൽ വലിയ മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. ഇലക്ട്രിക് പോസ്റ്റ് ചെരിയുകയും പ്രദേശത്തെ വീടുകളിൽ വൈദ്യുതി ഇല്ലാതാവുകയും വീടുകളിലേക്കുള്ള വഴി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് SDPI പ്രവർത്തകരായ സുബൈർ, ഷക്കീർ, റവാഹ് തുടങ്ങിയവരാണ് പാപ്പാളി, സിറാജ്, അസ്ലം, ഫാരിസ് എന്നിവരും ചേർന്ന് മരം മുറിച്ചുമാറ്റി. കുന്നംകുളം
പുന്നയൂർക്കുളം ശാന്തിനഗറിൽ മരം പൊട്ടി വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്കുമരം പൊട്ടി വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇതേ തുടർന്ന് റോഡരികിലെ 2 പോസ്റ്റുകൾ പൊട്ടി വീണു. വിവരമറിയിച്ചതിനെ തുടർന്ന് KSEB അധികൃതരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. അവധി ദിവസമായതിനാൽ വൻ ദുരന്തം ഒഴിവായി. മേഖലയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ നടക്കുകയാണ്. ചാവക്കാട് മേഖലയിൽ ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കടപ്പുറം പഞ്ചായത്ത് കുമാരൻപടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും കാറ്റാടി മരം വീണു. ചക്കര പ്രശാന്തിന്റെ ട്രാക്ടർ തകർന്നു. വീടിന്റെ പിൻഭാഗത്തുള്ള ഷെഡ് പൂർണ്ണമായും തകർന്നു. ചാവക്കാട് പുന്ന സെന്ററിൽ സ്കൂളിന് മുൻവശത്തെ മരം വൈദ്യുതി ട്രാൻസ്ഫോമറിലേക്ക് വീണു. ട്രാൻസ്ഫോമർ തൂണിന്റെ കമ്പിയിൽ തട്ടി നിന്നതിനാൽ വൻ അപകടം ഒഴിവായി. മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. കടപ്പുറം തൊട്ടാപ്പ് പുളിഞ്ചോട് പ്രദേശത്ത് ശക്തമായ കാറ്റിലും മഴയിലും പ്ലാവുമരം വീണ് വീട് തകർന്നു. പരേതനായ വലിയകത്ത് അലിയുടെ ഓലമേഞ്ഞ വീടാണ് മരം വീണ് തകർന്നത്. വീടിനകത്തുണ്ടായിരുന്ന അലിയുടെ ഭാര്യ നബീസ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിൽ മരത്തങ്കോട് കിടങ്ങൂർ മരം കടപുഴകി വൈദ്യുതി കമ്പിയിൽ പതിച്ചു. വഴിയാത്രക്കാർക്കും വാഹനയാത്രികർക്കും മണിക്കൂറുകളോളം യാത്ര തടസ്സപ്പെട്ടു. പ്രദേശത്ത് വൈദ്യുതി തടസ്സമുണ്ടായി. വാർഡ് മെമ്പർ TP ലോറൻസ് സ്ഥലം സന്ദർശിച്ചു. നാട്ടുകാർ മരം മുറിച്ചു മാറ്റി. പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാറേമ്പാടം സ്വദേശിനിയും വട്ടമ്പാടം അർബൻ ബാങ്ക് മാനേജറുമായ താര സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. അക്കിക്കാവിൽ നിന്നും വട്ടമ്പാടത്തേക്ക് പോകുകയായിരുന്ന കാർ ചെറുവള്ളിക്കടവ് പാലത്തിന് മുകളിൽ കയറുന്നതിനിടെ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനായി കാറ് പുറകോട്ടെടുത്തതോടെ നിയന്ത്രണം വിട്ട് പാതയോരത്തെ കൈവരി തകർത്ത് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. എതിരെ വന്ന വാഹനയാത്രക്കാർ ഉടൻ തന്നെ വാഹനം നിർത്തി തോട്ടിലേക്ക് ഇറങ്ങി കാർ യാത്രികയെ രക്ഷിച്ചു. തോട്ടിലേക്ക് വീണ കാർ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെടുത്തു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിലെ വീതി കുറഞ്ഞ പാലം അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നു. വീതി കുറഞ്ഞ പാലം പുനർനിർമ്മിക്കാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപനം നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. കാട്ടകമ്പൽ പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്നതാണ് ചെറുവള്ളിക്കടവ് പാലം. 5 വർഷം മുമ്പ് പാറേമ്പാടം ആറ്റുപുറം റോഡ് നവീകരിച്ചപ്പോഴും പാലം പുനർനിർമ്മിച്ചില്ല. പാലത്തിന്റെ ഇരുവശവും റോഡിന് വീതി കൂടിയെങ്കിലും പാലവും അപ്രോച്ച് റോഡും വീതി കൂട്ടിയില്ല. ഇതോടെ പാലത്തിൽ ഗതാഗത കുരുക്ക് പതിവായി. പാലം പൊളിച്ച് വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം തെക്കേപ്പുറത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 6 പേർക്ക് കടിയേറ്റു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ആക്രമണമുണ്ടായത്. 2 പേർക്ക് സാരമായി കടിയേറ്റിട്ടുണ്ട്. പ്രദേശവാസികൾ വൈകിട്ട് വരെ തിരഞ്ഞുവെങ്കിലും നായയെ കണ്ടെത്താനായില്ല. കടിയേറ്റവർ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിലാണ്. കരിക്കാട് നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിടിച്ച് റോഡിൽ വട്ടം കറങ്ങി നിന്നു. അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് വീട്ടുമതിലും ചുമരിലും ഇടിച്ച ശേഷം റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 10:30 കരിക്കാട് KK റീജൻസി ഹാളിന് സമീപത്തെ റോഡിലാണ് സംഭവം. കരിക്കാട് ഭാഗത്തു നിന്നും കൊച്ചന്നൂരിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവ സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങളോ വീടിന് പുറത്ത് ആളുകളോ ഇല്ലാത്തതിനാൽ ആളപായം ഉണ്ടായില്ല. കരിക്കാട് കുന്നുകാട്ടിൽ ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള കണ്ടത്തുപറമ്പിൽ ഷാഹിമോനും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വീടും ചുറ്റുമതിലുമാണ് ഇടിയുടെ ആഘാതത്തിൽ തകർന്നത്. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ഹസീബ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്ന നിലയിലാണ്. പുന്നയൂർക്കുളം ചമ്മനൂരിൽ വീട്ടിൽ കയറി മർദ്ദനം. 3 പേർക്ക് പരിക്ക്. ചമ്മനൂർ സ്വദേശികളായ തോടുപുറത്ത് സഞ്ജു, അക്ഷയ്, ഇവരുടെ അമ്മ സുമ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ചമ്മനൂർ സ്വദേശി എരണ്ടക്കാട്ടയിൽ മനീഷിനെതിരെ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. സാരമായി പരിക്കുപറ്റിയ സഞ്ജുവിന്റെ നെറ്റിയിൽ തുന്നൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 സംഭവം. സഞ്ജുവിന്റെ വീടിന്റെ പരിസരത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിരുന്ന കൊടി മഴയും കാറ്റും ഉണ്ടായിരുന്ന സമയത്ത് താഴത്ത് വീണ നിലയിൽ കണ്ടിരുന്നു. ഇത് സഞ്ജുവാണ് താഴത്തിട്ടത് എന്ന് പറഞ്ഞാണ് മർദ്ദിച്ചത് എന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. മകനെ അടിക്കുന്നത് കണ്ട അമ്മ ഓടി വന്നപ്പോൾ അമ്മയെയും മർദ്ദിച്ചതായും ഇവർ പറഞ്ഞു. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. അതേസമയം മനീഷും കുന്നംകുളം ആശുപത്രിയിൽ ചികിത്സ തേടി. 2 കൂട്ടർക്കെതിരെയും പോലീസ് കേസെടുത്തു. വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ആനയൂട്ട് ചൊവ്വാഴ്ച നടക്കും. 42ാമത് ആനയൂട്ടിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം കരിവീരന്മാർ പ്രസിദ്ധമായ ഊട്ടിൽ പങ്കെടുക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ
അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. ചരിത്രപ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ 15 പിടിയാനകളടക്കം 70ഓളം ആനകൾ പങ്കെടുക്കും. ക്ഷേത്രത്തിൽ പുലർച്ചെ 5-ന് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമ ചടങ്ങുകൾ ആരംഭിക്കും. 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് 60 പേർ ചേർന്നാണ് ആനയൂട്ടിന്റെ ഭാഗമായുള്ള അഷ്ടദ്രവ്യം തയ്യാറാക്കുന്നത്. 9:30-യോടെയാണ് ആനയൂട്ട് ആരംഭിക്കുക. ഗുരുവായൂർ ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിക്കും. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടുകളും ഉൾപ്പെടുത്തിയാണ് ആനയൂട്ട് തയ്യാറാക്കുന്നത്. വെറ്റിനറി ഡോക്ടർമാർ, വനംവകുപ്പ് എന്നിവരുടെ പരിശോധനയിലൂടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുള്ള ആനകളെ മാത്രമായിരിക്കും ആനയൂട്ടിൽ പങ്കെടുപ്പിക്കുക. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. 1 കോടി രൂപയ്ക്കാണ് ആനയൂട്ട് ഇൻഷൂർ ചെയ്തിട്ടുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ ഇവർ രാജിക്കത്തുകൾ നൽകി. ഇതോടെ ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം പ്രതിസന്ധിയിലായി. നിലവിൽ UDF മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് മെമ്പർ സ്ഥാനം രാജിവെച്ചതോടെ കോൺഗ്രസ് CPM കക്ഷിനില തുല്യസ്ഥിതിയിലായി. നിലവിൽ 7 വീതം അംഗങ്ങളാണ് കോൺഗ്രസിനും CPM-നും ഉള്ളത്. കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. പത്നി നവനാന്ത് കൻവറിനൊപ്പം രാവിലെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ മന്ത്രിയെ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, ഗസ്റ്റ് ഹൌസ് അസിസ്റ്റന്റ് മാനേജർ KK സുഭാഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്നായിരുന്നു ക്ഷേത്ര ദർശനം. ദർശനത്തിനായി മന്ത്രിയും സംഘവും ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കിയിരുന്നു. കാണിക്ക സമർപ്പിച്ചു തൊഴുത ശേഷം ഇരുവരും തുലാഭാരം നടത്തി. വെണ്ണ, അരി, ശർക്കര എന്നിവ കൊണ്ടായിരുന്നു മന്ത്രിയുടെ തുലാഭാരം. അരിയും കദളിപ്പഴവും കൊണ്ടായിരുന്നു പത്നിയുടെ തുലാഭാരം. മന്ത്രിക്കൊപ്പം എത്തിയ മറ്റുള്ളവർ കദളിപ്പഴം കൊണ്ടും തുലാഭാരം നടത്തി. ആകെ 72,850 രൂപ ക്ഷേത്രത്തിൽ അടവാക്കി. തുലാഭാരം വഴിപാടിന് ശേഷം പ്രദക്ഷിണം വെച്ച് ഉപദേവതകളായ ഭഗവതി, അയ്യപ്പൻ എന്നിവരെ തൊഴുത ശേഷമായിരുന്നു മടക്കം. കേന്ദ്രമന്ത്രിക്ക് കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ നൽകി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വേലൂർ കിരാലൂർ മുണ്ടൂർ റോഡിൽ യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് വിവേക് MG അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് PK ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. തയ്യൂർ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അക്ബർ പഴവൂർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം സെക്രട്ടറി അൻസാർ, നേതാക്കളായ ഫ്രൻഡോ ഫ്രാൻസിസ്, അലോഷി, ജിൻഷാദ്, വിമേഷ്, ആൻഡോ എന്നിവർ നേതൃത്വം നൽകി. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് എളവള്ളി മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിലും മഴയിലും വ്യാപകമായി കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള കർഷക സംഘം എളവള്ളി മേഖലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മേഖലാ കൺവെൻഷൻ എളവള്ളി സാമ്പത്തികോദ്ധാരണ സംഘം ഹാളിൽ സജ്ജമാക്കിയ KK രഘുനാഥൻ മാസ്റ്റർ നഗറിൽ അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ കൗൺസിൽ അംഗവും കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുരളി പെരുന്നെല്ലി MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MR രജിതൻ അധ്യക്ഷനായി. CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം TK ചന്ദ്രൻ, ലോക്കൽ സെക്രട്ടറി PV അശോകൻ, കർഷക സംഘം ഏരിയ ട്രഷറർ ശ്രീകുമാർ വാഗ, മേഖലാ ട്രഷറർ PP മോഹനൻ, എളവള്ളി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KP രാജു, CK മോഹനൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി MR രജിതൻ പ്രസിഡന്റ്, TN ലെനിൻ സെക്രട്ടറി, PP മോഹനൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ സെമിനാർ, മികച്ച കർഷകരെ ആദരിക്കൽ എന്നീ പരിപാടികളും നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലീത്തയുടെ 115-ാം ഓർമ്മ പെരുന്നാളും പരിശുദ്ധ മോറോൻ മാർ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 3-ാം ഓർമ്മ പെരുന്നാളും ആചരിച്ചു.
ശനിയാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരവും പ്രദക്ഷിണവും ആശീർവാദവും നേർച്ച വിളമ്പലും ഉണ്ടായി. ഞായറാഴ്ച കത്തീഡ്രലിൽ മട്ടാഞ്ചേരി കൂനൻകുരിശ് സ്മാരക തീർത്ഥാടന ദേവാലയത്തിന്റെ വികാരി ബെന്യാമിൻ റമ്പാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് അനുസ്മരണ സമ്മേളനവും പ്രദക്ഷിണവും ആശീർവാദവും നേർച്ച വിളമ്പും ഉണ്ടായി. വികാരി ഫാദർ VM ശമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ സഹകാർമ്മികരായി. ക്രമീകരണങ്ങൾക്ക് കൈസ്ഥാനി ഡിക്സൺ ചെറിയാൻ, സെക്രട്ടറി കുഞ്ഞുമോൻ ജേക്കബ്, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നാളെ കർക്കിടകം 1 രാമായണ മാസാചരണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം. മനസ്സും ശരീരവും ശുദ്ധി ചെയ്തുള്ള വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പഞ്ഞമാസത്തെ ദുരിതങ്ങൾ മറികടക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇനിയുള്ള 30 നാൾ ക്ഷേത്രങ്ങളും ഹൈന്ദവ വീടുകളും രാമായണ ധ്വനികളാൽ മുഖരിതമാകും. ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ സർവ്വ ദുരിതങ്ങളും അകലുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കിഴൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ ജൂലൈ 17 ബുധനാഴ്ച രാവിലെ 6 മണി മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേമരാജ് ചൂണ്ടലാത്ത് ആദ്യ ഉരുള നൽകി ആനയൂട്ട് ആരംഭിക്കും. കടവലൂർ ദേവസ്വം ഓഫീസർ അന്തിക്കാട്ട് രാമചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കും. കുന്നംകുളം മേഖലയിൽ ഈ വർഷം ആദ്യമായി നടക്കുന്ന ആനയൂട്ടിൽ 20-ൽ പരം ആനകൾ പങ്കെടുക്കും. ആനയൂട്ടിൽ പങ്കെടുക്കുന്നവർക്ക് ഗണപതി ഹോമത്തിന്റെ പ്രസാദവും ഊട്ടുപുരയിൽ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭാരവാഹികളായ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി മധു കെ നായർ, ട്രഷറർ കെ ദിനേഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി MP പ്രകാശ്, സംയുക്ത ഉത്സവ സമിതി സെക്രട്ടറി C പ്രവീൺ കുമാർ, കൺവീനർ അജീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആനയൂട്ടിലെ ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആനയ്ക്ക് നേരിട്ട് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ബാലസംഘം എരുമപ്പെട്ടി വെസ്റ്റ് മേഖലാ സമ്മേളനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഭിനവ് ദാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പുണ്യ പ്രശാന്ത് അധ്യക്ഷയായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ബാലസംഘം ഏരിയ കോർഡിനേറ്റർ PT ദേവസി, ഏരിയ സെക്രട്ടറി സാൻജോ തോമസ്, അനന്തകൃഷ്ണൻ, സ്വപ്ന പ്രദീപ്, NP അജയൻ, അങ്കിത സുഗതൻ, കുഞ്ഞുമോൻ കരിയന്നൂർ, ഷീബ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
പുതിയ ഭാരവാഹികളായി കൺവീനർ കുഞ്ഞുമോൻ കരിയന്നൂർ, കോർഡിനേറ്റർ ഷീബ രാജേഷ്, പ്രസിഡന്റ് രസിത ശിവരാമൻ, സെക്രട്ടറി അനന്തകൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ബാവ തിരുമേനിയുടെ 3ാം ശ്രാദ്ധ പെരുന്നാൾ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ആചരിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം നേർച്ച വിളമ്പു നടന്നു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളി കൈസ്ഥാനി സന്തോഷ് സി ജെയിംസ്, ഇടവക സെക്രട്ടറി സിൻഡോ കെ ഷീമോൻ എന്നിവരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ നടത്തിയ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിൽ KR നിവേദ് സ്വർണ്ണ മെഡൽ നേടി. കടകമ്പൽ കാഞ്ഞിരമുക്ക് MG സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിവേദ്. അയനൂർ കണ്ടിരുത്തി രജീഷ് മോനിഷ ദമ്പതികളുടെ മകനായ നിവേദ് ജെറുസലേം ഗുരുധർമ്മ സ്കൂൾ ഓഫ് മാർഷ്യൽ ആർട്സിലെ പുരുഷോത്തമൻ സെൻസിയുടെ കീഴിലാണ് കരാട്ടെ പരിശീലിക്കുന്നത്. പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ആത്മീയ സാന്നിധ്യം ഇന്നും സഭയെ വഴി നടത്തുന്നുവെന്ന് അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച പരിശുദ്ധ പൗലോസ് കാതോലിക്ക ബാവയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ UK യൂറോപ്പ് ഭദ്രാസനം മെത്രോപ്പൊലീത്ത അഭിവന്ദ്യ അബ്രഹാം മാർപ്പനോസ് മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പരിശുദ്ധ തിരുമേനിയുടെ സ്മരണാർത്ഥം നൽകുന്ന സാന്ത്വന സ്പർശം അവാർഡിനെ പാലക്കാട് ജില്ലയിലെ മഞ്ഞപ്ര മാർ ബസേലിയോസ് ബാലഭവന്റെ പ്രധാന ചുമതല വഹിക്കുന്ന സിസ്റ്റർ എൽസ അർഹയായി. 50,000 രൂപയും ശില്പവും അടങ്ങുന്നതായിരുന്നു അവാർഡ്. സമ്മേളനത്തിൽ കോട്ടപ്പടിയിലെ അഭയഭവൻ വയോജന കേന്ദ്രത്തിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് യൂലിയോസ് മെത്രോപ്പൊലീത്ത നിർവഹിച്ചു. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ഡോക്യുമെന്ററി മത്സര വിജയികൾക്കുള്ള സമ്മാനവും പ്രവാസികളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പൗലോസ് ദ്വിതീയൻ എക്സലൻസ് അവാർഡും സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്തു. ബെഞ്ചമിൻ റമ്പാൻ, ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഫാദർ ഷിജു കാട്ടിൽ, ഫാദർ ബെഞ്ചമിൻ OIC, ഫാദർ യാക്കോബ് OIC, സിസ്റ്റർ എൽസ, ജസ്റ്റിൻ തോമസ് എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് PC സൈമൺ, രാജേഷ് ചെറുകുട്ടി, ടാനിഷ് വർഗീസ്, ബിജു കൊള്ളനൂർ, ജിജോ രാജൻ, പ്രബിൻ ജോസഫ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ഹാവ് ദ എബിലിറ്റി ടു ലാഫ് അറ്റ് ഹിസ് ഓൺ ഓർ ഹെർ ഓൺ ഫെയിലിയർ. അതായത് നമുക്കുണ്ടാകുന്ന ഒരു അബദ്ധത്തെ സംബന്ധിച്ച്, ഒരു അമളിയെ സംബന്ധിച്ച് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് ചിരിക്കുന്നതിന് സ്വതസിദ്ധമായൊരു കഴിവുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതിൽ പരിശുദ്ധ ബാവ തിരുമേനിയിലുണ്ടായിരുന്നു, യൂലിയോസ് തിരുമേനിയിലുണ്ട്. ഈ അബദ്ധങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും ചെറിയ അബദ്ധങ്ങൾ പറ്റുന്നത് കുറച്ചുകൂടെ ഒന്ന് പെരുപ്പിച്ച് പറഞ്ഞിട്ട് എല്ലാവരെയും ഒന്ന് ചിരിപ്പിക്കുക എന്നുള്ളത് ബാവ തിരുമേനി അങ്ങനെ ചെയ്യുമായിരുന്നു. ബാബുച്ചൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. CCTV ന്യൂസ് കുന്നംകുളം. ചൊവ്വന്നൂരിൽ വീട്ടിലെ മോട്ടോറിന്റെ പൈപ്പ് സാമൂഹ്യ വിരുദ്ധർ മുറിച്ചതായി പരാതി. ചൊവ്വന്നൂർ തോട്ടത്തിപ്പറമ്പിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിലെ കുഴൽക്കിണറിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറിന്റെ പൈപ്പാണ് കഴിഞ്ഞ ദിവസം മുറിച്ച് നശിപ്പിച്ചതായി കണ്ടത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിയോടെ 2 ബൈക്കുകളിലായി 4 പേർ വീടിന് മുന്നിൽ എത്തിയതായി പറയുന്നു. പിറ്റേന്ന് രാവിലെയാണ് പൈപ്പ് മുറിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടത്. 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഇവർ പറഞ്ഞു. സംഭവത്തിൽ കുടുംബം ആശങ്കയിലാണ്. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളിയിൽ മാർ കുര്യാക്കോസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്തിന്റെ സാന്നിധ്യത്തിൽ മങ്ങാട് പള്ളി വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് പ്രദക്ഷിണമുണ്ടായി നേർച്ച വിളമ്പും നടന്നു. ഞായറാഴ്ച നടന്ന സന്ധ്യാ നമസ്കാരത്തിന് ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത് നേതൃത്വം നൽകി. തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും നേർച്ച വിളമ്പും ഉണ്ടായി. എളവള്ളി പഞ്ചായത്തിലെ തിണ്ടി പണ്ടാറക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് എളവള്ളി മണ്ഡല കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. 4 വർഷമായിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതം വിതയ്ക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും വാർഡ് മെമ്പറിനുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, PR പ്രേമൻ, AD സാജു, MP ശരത് കുമാർ, രവീന്ദ്രൻ കാക്കനാട്ട്, വേണു പണ്ടാറക്കാട് എന്നിവർ സംസാരിച്ചു. റാഷിദ് എളവള്ളി, അലിമോൻ, TP ബാബു, യാക്കോബ്, ജെയിംസ്, ജിജി കടവല്ലൂർ, വിഷ്ണു എളവള്ളി, ചാർലി എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി.
കാട്ടകമ്പൽ പഞ്ചായത്തിലെ SC/ST ഫ്ളാറ്റ് സമുച്ചയത്തിന് മുന്നിൽ വെള്ളക്കെട്ട് താമസക്കാരെ വലയ്ക്കുന്നു. ഫ്ളാറ്റിന് സമീപം അടുത്തിടെ വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടിരുന്നു. ഇതോടെയാണ് ഫ്ളാറ്റിന് മുന്നിൽ വെള്ളക്കെട്ടുണ്ടായതെന്ന് താമസക്കാർ ആരോപിച്ചു. കാട്ടകമ്പൽ മേഖലയിലെ റോഡ് പണിക്കെത്തിച്ച മണ്ണാണ് ഇവിടെ കൂട്ടിയിട്ടതെന്ന് സൂചനയുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളാറ്റഞ്ഞൂർ രാജീവ് ഗാന്ധി റൂറൽ സഹകരണ സംഘത്തിന്റെയും കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ മൾട്ടി സ്പെഷ്യൽ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധി റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് PN അനിൽ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതി പ്രസിഡന്റ് വേണു ഐക്കര തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംഘം ഡയറക്ടർ പൗലോസ് മാസ്റ്റർ, സെക്രട്ടറി ജോയ്സി, സാമൂഹ്യ പ്രവർത്തകനായ ജോഷി വടക്കൂടൻ, ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. RCC LP സ്കൂൾ ഈസ്റ്റ് മങ്ങാട് വിദ്യാലയത്തിൽ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഉപജില്ലാ ഓഫീസർ ഷീജ കുനിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 5.8 കിലോഗ്രാം തൂക്കമുള്ള വെള്ളി ഉരുളി വഴിപാട് ലഭിച്ചു. തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗർ ഗോവിന്ദത്തിൽ TS അശോക് ഭാര്യ T ലത എന്നിവർ ചേർന്നാണ് കണ്ണന് വെള്ളി ഉരുളി സമർപ്പിച്ചത്. രാവിലെ ഉരുളിയിൽ നെയ്യ്, കദളിക്കുല എന്നിവ വെച്ചായിരുന്നു സമർപ്പണം നടത്തിയത്. ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ വഴിപാടുകാർക്ക് പ്രസാദങ്ങൾ നൽകി. വേലൂർ യൂണിറ്റ് വ്യാപാരി വ്യവസായി സമിതി കൺവെൻഷനോടനുബന്ധിച്ച് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവും വ്യാപാരമിത്ര ക്യാമ്പയിനും നടത്തി. വേലൂർ ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഹാളിൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മരണാനന്തരം മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകാൻ സമ്മതപത്രം കൊടുത്ത PG ശർമ്മയെയും ഭാര്യ ബിന്ദു ശർമ്മയെയും സമിതി ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG ശർമ്മ അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്ദു സജി, തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N സുകുമാരൻ, വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് EK കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശ ജനതയോട് സർക്കാരിന് കടുത്ത അവഗണനയെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭത്തോടനുബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുക, വില്ലേജ് ഓഫീസുകളിൽ ജീവനക്കാരെ നിയമിക്കുക, തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഉടൻ പട്ടയം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തികഞ്ഞ അവഗണന കാണിക്കുകയാണെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ആരോപിച്ചു. രൂക്ഷമായ കടൽക്ഷോഭം സംസ്ഥാനത്തെ കടൽത്തീരം കവരുകയാണെന്നും കടലോരത്തെ സംരക്ഷിക്കാൻ നൂതനവും ശാസ്ത്രീയവുമായ മാർഗങ്ങൾ അവലംബിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തീരദേശ ജനതയുടെ സംരക്ഷണത്തിനായി കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ KPCC മെമ്പർ CA ഗോപപ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KD വീരമണി, DCC അംഗം ഇർഷാദ് K ചേറ്റുവ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബീന രവിശങ്കർ, PV ബദറുദ്ദീൻ, നളിനാക്ഷൻ ഇരട്ടപ്പുഴ, OKR മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. കിടങ്ങൂർ ജ്ഞാനോദയം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ബഷീർ അനുസ്മരണവും SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും അക്ഷരക്കൂട്ട് നൈറ്റ് ക്ലാസിൽ സേവനം നൽകിയ അധ്യാപകർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപദേശകൻ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി മുഖ്യാതിഥിയായി. അധ്യാപകർക്കുള്ള ആദരം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP ലോറൻസ്, ഡോക്ടർ PV ആന്റണി മാസ്റ്റർ, ഗ്രന്ഥശാല രക്ഷാധികാരി KK ജയപ്രകാശ്, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപ്പൊലീത്തയുടെ 115ാം ഓർമ്മ പെരുന്നാളും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 3ാം ഓർമ്മ പെരുന്നാളും ആർത്താറ്റ് സെന്റ് ഗ്രിഗോറിയോസ് അരമന ചാപ്പലിൽ ആഘോഷിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിലെ എല്ലാ ഇടവകകളിലെയും വിശ്വാസികൾ സംബന്ധിച്ച പദയാത്ര വൈശ്ശേരി സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ ഞായറാഴ്ച വൈകിട്ട് 5-ന് സംഗമിച്ചു.
തുടർന്ന് 6:30 ആർത്താറ്റ് അരമന ചേപ്പലിലെത്തിയ പദയാത്രികർക്ക് സ്വീകരണം നൽകി. വൈകിട്ട് 7 സന്ധ്യാനമസ്കാരം, 8 അനുസ്മരണ പ്രഭാഷണം, 8:30 പ്രദക്ഷിണം, തുടർന്ന് ശ്ലൈഹിക വഴവ്, ശേഷം സ്നേഹവിരുന്നും ഉണ്ടായി. തിങ്കളാഴ്ച രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7 വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, തുടർന്ന് ആശീർവാദം, ശേഷം സ്നേഹവിരുന്നും നടന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ മുഖ്യകാർമ്മികത്വം വഹിച്ചു. കുന്നംകുളം ഭദ്രാസനത്തിന്റെ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്തയും UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ അഭിവന്ദ്യ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രോപൊലിത്തയും സഹകാർമ്മികത്വം വഹിച്ചു. ജനറൽ കൺവീനർ ഫാദർ ജോസഫ് ചെറുവത്തൂർ, പബ്ലിസിറ്റി ചെയർമാൻ ഫാദർ സക്കറിയ കൊളനൂർ, പബ്ലിസിറ്റി കൺവീനർ K. എഡ്വി സക്കറിയ, ജോയിന്റ് ജനറൽ കൺവീനർ CK മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. ഓർത്തഡോക്സ് സഭാ പിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് അരമനയിൽ നിർമ്മിച്ച പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ സ്മാരക ലൈബ്രറിയുടെയും മ്യൂസിയത്തിന്റെയും കൂദാശ നടന്നു. കൂദാശ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്തയും UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപർ എബ്രഹാം മാർ സ്തെഫാനോസ് മെത്രാപ്പൊലിത്തയും സഹകാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഫാദർ സക്കറിയ കൊളനൂർ, K. എഡ്വി സക്കറിയ, CK മോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കേര കർഷകർക്കുള്ള ജൈവവളം വിതരണം നടത്തി. കുനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് ജൈവവളത്തിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റെനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ഷീബ ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് അനൂപ്, ബാങ്ക് സെക്രട്ടറി KJ ബിജു എന്നിവർ സംസാരിച്ചു. 2023-24 വാർഷിക പദ്ധതിയിൽ നിന്നും 4 ലക്ഷം രൂപയാണ് കേര കർഷകർക്കുള്ള ജൈവവള വിതരണം നടത്തുന്നതിനായി പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചിറമനേങ്ങാട് സിത്താര ക്ലബിനടുത്ത് വീണ മരം മുറിച്ചുമാറ്റി. സിത്താര ക്ലബ് മെമ്പർമാരായ അക്ഷയ്, സുമിത്ത്, യദുകൃഷ്ണ, ജിതിൻ, അയൽവാസിയായ രാജൻ, CCTV പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർ വിനീഷ് എന്നിവർ ചേർന്നാണ് മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്. ഇവരുടെ കൃത്യമായ ഇടപെടൽ കാരണം ചിറമനേങ്ങാട് അക്കിക്കാവ് റോഡ് സഞ്ചാരയോഗ്യമാക്കി. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ കേരള ലേബർ മൂവ്മെന്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന കുടുംബസംഗമവും മെറിറ്റ് ഡേയും തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ മാളിയമാവ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ അധ്യക്ഷനായി. KLM യൂണിറ്റ് സെക്രട്ടറി PN കുര്യാക്കോസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ M വർഗീസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. അതിരൂപത എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സോജൻ ജോബ്, മറ്റം ഫൊറോന എക്സിക്യൂട്ടീവ് അംഗം ഷാനിസ് ലാവോസ്, കൈക്കാരൻ AL ജെയിംസ്, ഏകോപന സമിതി ട്രഷറർ അഖിൽ ജോൺസൺ, യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് ഫ്രാൻസിസ്, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് അൽഫോൺസ് മുട്ടത്ത്, പ്രോഗ്രാം കൺവീനർ PC മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. 2023-2024 വർഷത്തെ SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്കു ശേഷം നന്മ മരങ്ങൾ എന്ന നാടകവും അരങ്ങേറി. സ്നേഹവിരുന്നോടെ കുടുംബസംഗമത്തിന് സമാപനമായി. CCTV ന്യൂസ് കേച്ചേരി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുമിച്ചിരിക്കാം ഒരിക്കൽ കൂടി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. 1991 1-ാം ക്ലാസ് മുതൽ 10 വരെ തുടർച്ചയായി ഒരേ ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളാണ് 23 വർഷങ്ങൾക്ക് ശേഷം വിദ്യാലയത്തിൽ ഒത്തുകൂടിയത്. 2001 ക്ലാസ് ടീച്ചറായിരുന്ന റിട്ടയർഡ് അധ്യാപിക പമീല പോളിന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമം സ്കൂൾ പ്രിൻസിപ്പാൾ വൃന്ദ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകന്മാരായ നമ്പീശൻ മാസ്റ്റർ, മായൻ മാസ്റ്റർ, ബാലൻ മാസ്റ്റർ, അബൂബക്കർ മാസ്റ്റർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ജോർജ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിയും കൊപ്പം സ്കൂളിലെ അധ്യാപികയുമായ CV ബബിതയും വൃന്ദ ടീച്ചറും ചേർന്ന് സ്കൂളിൽ ഓർമ്മമരം നട്ടു. മൺമറഞ്ഞുപോയ അധ്യാപകരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നടന്ന സംഗമത്തിന് പൂർവ്വ വിദ്യാർത്ഥികളായ ഷിജു കുര്യൻ, ഷിബ, ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗും വനിതാ വിംഗും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസും സംവാദവും നടത്തി. നേത്രദാനം, ആരോഗ്യവും യൗവനവും ആയുർവേദത്തിലൂടെ എന്നീ വിഷയങ്ങളിൽ നടന്ന പരിപാടി ചേംബർ പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ജയ്മോൾ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേംബർ സെക്രട്ടറി KM അബൂബക്കർ മുഖ്യാതിഥിയായി. തൃശൂർ മെഡിക്കൽ കോളേജ് ഐ ഡൊണേഷൻ കോർഡിനേറ്റർ
വിജി ശങ്കർ, ഡോക്ടർ അജിത് ജോസ് എന്നിവർ ക്ലാസ് നയിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, സെക്രട്ടറി ജോൺ മാത്യു, ട്രഷറർ ഗിൽബർട്ട് എസ് പാറമേൽ, വനിതാ വിംഗ് സെക്രട്ടറി ജിനി ജെയ്മോൻ, ട്രഷറർ ജെൻസി ജാക്സൺ, വനിതാ വിംഗ് കോർഡിനേറ്റർ ജോസ് PI, കൺവീനർ ജിഷ ദാസ് എന്നിവർ സംസാരിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ KLM യൂണിറ്റിന്റെ കുടുംബ സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറിയ നന്മ മരങ്ങൾ എന്ന നാടകത്തെ നെഞ്ചേറ്റി കാണികൾ. ഒരു ജന്മം മുഴുവൻ മക്കൾക്കായി കരുതിവെച്ച കരുതലിന്റെ സ്നേഹം കാണാതെ പോയ മക്കളെക്കുറിച്ചാണ് നാടകത്തിന്റെ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഒഴുകാനറിയാതെ പുത്തൻ കാലത്തിന്റെ വിവേകമില്ലാത്ത മനസ്സാക്ഷിയുടെ വെളിപ്പെടുത്തലായിരുന്നു നാടകത്തിലൂടെ രംഗാവിഷ്കാരം നടത്തിയത്. ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിചരിക്കാനും സന്നദ്ധമായ ഒരു തലമുറയാണ് ഇന്നിന്റെ ആവശ്യമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നാടകം പര്യവസാനിച്ചത്. PC മാർട്ടിൻ രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിൽ KLM അംഗങ്ങളും കുടുംബാംഗങ്ങളുമാണ് കഥാപാത്രങ്ങളായി രംഗത്തെത്തിയത്. PC മാർട്ടിൻ, ഡൊമിനിക് കൂനമുച്ചി, ഷാജൻ പുലിക്കോട്ടിൽ, ജോസഫ് ഫ്രാൻസിസ്, CA ഷാജി, KV ജോയ്, PN കുര്യാക്കോസ്, നീതു സച്ചിൻ, ഷൈനി റോജേഷ് തുടങ്ങിയവരാണ് കഥാപാത്രങ്ങളായി അരങ്ങിൽ നിറഞ്ഞാടിയത്. CCTV ന്യൂസ്, കേച്ചേരി. ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ വിഷ്ണു ഭഗവാന്റെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പുലർച്ചെ 5:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, നവകാഭിഷേകം, പഞ്ചഗവ്യ അഭിഷേകം, കളഭച്ചാർത്ത് തുടങ്ങി പ്രധാന ചടങ്ങുകൾ നടന്നു. തുടർന്ന് ചതുശത പായസ നിവേദ്യം, കാഴ്ചശിവേലി എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി രാജീവ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, കേളി, തായമ്പക, പഞ്ചവാദ്യം തുടങ്ങിയ പരിപാടികളും ഉണ്ടായി. പ്രതിഷ്ഠാ ദിനാഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ KK ആനന്ദൻ, ബിനു K ബാലകൃഷ്ണൻ, പരമു നായർ, മോഹനൻ നായർ, രമേശ് KK, ഹരിദാസ് വെള്ളാണ്ടത്ത്, കണ്ണൻ കലശമല തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടപ്പെടാറായ മൈനയ്ക്ക് പുതുജീവൻ നൽകി പെരുമ്പടപ്പ് അയിരൂർ സ്വദേശി ഷാജിർ. ജോലി കഴിഞ്ഞു വരുമ്പോൾ റോഡ് സൈഡിൽ മരണത്തോട് മല്ലിടുകയായിരുന്ന മൈനയ്ക്കാണ് ഷാജിർ CPR നൽകി ജീവൻ തിരിച്ചു നൽകിയത്. ഷാജിറിന്റെ സുഹൃത്ത് നൂർ ഷെരീഫാണ് ഈ ദൃശ്യം വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ വീഡിയോ വൈറലായി. വിപണി. കുന്നംകുളത്ത് കഴിഞ്ഞ 48 വർഷങ്ങളായി പ്രവർത്തിച്ചു വന്നിരുന്ന റോയൽ ഹോസ്പിറ്റൽ ആധുനിക സജ്ജീകരണങ്ങളോടെ ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്ററായി പ്രവർത്തനം തുടങ്ങി. കുന്നംകുളം ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരവും സാംസ്കാരിക പ്രവർത്തകനുമായ ജോയ് മാത്യു നിർവഹിച്ചു. തുടർന്ന് ഹോസ്പിറ്റലിന്റെ വിവിധ വിഭാഗങ്ങളായ NICU, ലേബർ റൂം, MDCCU, ഫീറ്റൽ മെഡിസിൻ എന്നിവയുടെ ഉദ്ഘാടനങ്ങൾ കുന്നംകുളം MLA AC മൊയ്തീൻ, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എന്നിവർ നിർവഹിച്ചു. ദയ ആശുപത്രി ചെയർമാൻ ഡോക്ടർ TK രവീന്ദ്രൻ അധ്യക്ഷനായി. അഡ്മിനിസ്ട്രേറ്റർ ജയരാജൻ K സ്വാഗതം പറഞ്ഞു. തൃശൂർ ദയ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ VK അബ്ദുൾ അസീസ്, ഡോക്ടർ ഫാസിൽ അബൂബക്കർ, കുന്നംകുളം നഗരസഭാ വാർഡ് മെമ്പർ ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഡയറക്ടർ MM അബ്ദുൾ ജബ്ബാർ നന്ദി പറഞ്ഞു. 24 മണിക്കൂറും എമർജൻസി ഫിസിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ എമർജൻസി വിഭാഗം വിദഗ്ധ സേവനത്താൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂറോ സർജറി, ഓർത്തോപീഡിക്സ്, പ്ലാസ്റ്റിക് സർജറി, ജനറൽ സർജറി, യൂറോളജി തുടങ്ങിയ വിദഗ്ധ വിഭാഗങ്ങൾ ഏകോപിപ്പിച്ച് നവീന സാങ്കേതിക ഉപകരണങ്ങളോടെ ട്രോമ കെയർ സെന്റർ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. അതിസങ്കീർണമായ രോഗങ്ങൾക്ക് പോലും വിദഗ്ധ ചികിത്സ ഈ യൂണിറ്റിൽ സാധ്യമാണ്. പ്രശസ്തരായ ഗൈനക്കോളജി ഡോക്ടർമാരുടെയും ശിശുരോഗ വിദഗ്ധരുടെയും സേവനത്തിന്റെ ഗുണനിലവാരം ഉയർത്തും വിധം ലേബർ റൂം, നിയോനേറ്റൽ ICUവും നവീകരിച്ചിട്ടുണ്ട്. മിതമായ നിരക്കിൽ സൗഹാർദ്ദപരമായ വിദഗ്ധ സേവനമാണ് ഇവിടെ ഉറപ്പു നൽകുന്നത്. ദയ റോയൽ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ സെന്റർ, ഗുരുവായൂർ റോഡ്, കുന്നംകുളം. ഫോൺ 7736379215. ബാലസംഘം പന്നിത്തട മേഖലാ സമ്മേളനം മരത്തങ്കോട് MPM UP സ്കൂളിൽ സംഘടിപ്പിച്ചു. ബാലസംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അനശ്വര രാജേഷ് ഉദ്ഘാടനം ചെയ്തു. AS അനുശ്രീ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി.
ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ കൺവീനർ MS സിദ്ധൻ, ബാലസംഘം പന്നിത്തട മേഖലാ കൺവീനർ അബ്ദുൾ റഹീം, പന്നിത്തട മേഖലാ കോർഡിനേറ്റർ V ശങ്കരനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബാലസംഘം പന്നിത്തട മേഖലാ ഭാരവാഹികളായി സെക്രട്ടറി സഞ്ജയ് ദേവ്, പ്രസിഡന്റ് KP നിവേദിക, കൺവീനർ അബ്ദുൾ റഹീം, കോർഡിനേറ്ററായി V ശങ്കരനാരായണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. വിപണി. കുന്നംകുളത്ത് പാറയമ്പാടത്ത് പ്രവർത്തിക്കുന്ന JJ ജ്വല്ലറിയുടെ 5ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള നറുക്കെടുപ്പ് നടന്നു. കുന്നംകുളം പാറയമ്പാടത്ത് കൂട്ടുങ്ങൽ ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന JJ ജ്വല്ലറിയുടെ 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പ് നടന്നു. നറുക്കെടുപ്പ് ചടങ്ങിൽ പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ സന്നിഹിതയായിരുന്നു. 1ാം സമ്മാനമായി 1 പവനും 2ാം സമ്മാനമായി 2 പേർക്ക് അരപ്പവനും 3ാം സമ്മാനമായി 4 പേർക്ക് 1/4 പവൻ സ്വർണ്ണാഭരണവുമാണ് നൽകുന്നത്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാനുള്ള സുവർണാവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നൂതന ഡിസൈനിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് JJ ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. വാർഷികാഘോഷ ചടങ്ങിൽ സ്ഥാപന ഉടമകളായ ജോസഫ് മണലിൽ, ജിക്സൺ മണലിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. JJ ജ്വല്ലറി, കൂട്ടുങ്ങൽ ആർക്കേഡ്, പാറയമ്പാടം, കുന്നംകുളം. ഫോൺ 9847235524 9539239223. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 6710 രൂപ, പവന് 53650 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 99 രൂപ. ചരമം. കാട്ടകമ്പാൽ കണ്ടംപുള്ളി പരേതനായ വേലപ്പൻ ഭാര്യ കല്യാണി നിര്യാതയായി 91 വയസ്സായിരുന്നു. സംസ്കാരം അയനൂർ ശാന്തി തീരത്ത് നടന്നു. രത്നവല്ലി, കിഷോർ, പ്രീത, പ്രമീള എന്നിവർ മക്കളാണ്. പരേതനായ പള്ളിപ്പാടത്ത് മുല്ലയ്ക്കൽ MS അയ്യപ്പൻ വൈദ്യർ മകൻ ശിവശങ്കരൻ MA നിര്യാതനായി 78 വയസ്സായിരുന്നു. റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് പരേതൻ. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. C സുമിത്ര ഭാര്യയും, സുരഭി, ഡോക്ടർ സുരേഖ, ഡോക്ടർ കൃഷ്ണദാസ് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം നെപ്പൻസ് റോഡ് പരേതനായ ചീരൻ ഇറ്റിമാണി മകൻ തമ്പി നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് മങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മേരി ഭാര്യയാണ്. ജസ്റ്റിൻ, സുജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രാർത്ഥനകൾ വിഫലമാക്കി ആരവ് കളിച്ചിരികളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി. അപ്ലാസ്റ്റിക് അനീമിയ രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ പോർക്കുളം സ്വദേശി സെൽവൻ, രമ്യ ദമ്പതികളുടെ മകൻ ആരവ് മരണത്തിന് കീഴടങ്ങി. ശക്തമായ കാറ്റിലും മഴയിലും മേഖലയിൽ അപകടവും നാശനഷ്ടവും. ഗുരുവായൂർ ക്ഷേത്രനടയിലെ കൂവളത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് യുവതിക്ക് പരിക്കേറ്റു. ബ്രഹ്മകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം തേക്കുമരം കടപുഴകി വീണ് ട്രസ് നിലം പതിച്ചു. ബൈക്കുകൾക്കും സൈക്കിളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം ശാന്തി നഗറിൽ മരം പൊട്ടിവീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കടപ്പുറം തൊട്ടാപ്പ്, പുളിഞ്ചോട് മരം വീണ് വീട് തകർന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം പ്രതിസന്ധിയിൽ. നിലവിൽ UDF മുന്നണിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. കുന്നംകുളം തെക്കേപ്പുറത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ 6 പേർക്ക് കടിയേറ്റു. 2 പേരുടെ പരിക്ക് ഗുരുതരം. പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ 3 പേർക്ക് പരിക്ക്. ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിരുന്ന കൊടി അഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആക്രമണം. പഴഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
വടക്കുന്നാഥൻ ക്ഷേത്രത്തിലെ ആനയൂട്ട് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം കരിവീരന്മാർ ഊട്ടിൽ പങ്കെടുക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.